blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ന്യൂയോർക്കിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന തൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. അതുപോലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുള്ള സമ്പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെൽവിഷറേയും ഭാര്യയും കർത്താവെ കുടുംബത്തിലെ സകല അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരോഗ്യം നൽകണമേ, അതുപോലെ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10th സ്റ്റാൻഡേർഡിൽ നല്ല ഒരു റിസൾട്ട് അങ്ങ് കൊടുക്കണമേ. ന്യൂയോർക്കിലൊരു ഭവനം ഈ കുടുംബത്തിന് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ ആത്മീയമായി അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ഭവനത്തിലെ മകന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കൊല്ലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ഡിസംബർ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 വരെ. റൈബാൻ ഓഡിറ്റോറിയം, ജനറൽ ഹോസ്പിറ്റലിന് സമീപം, ആലപ്പുഴ. ഇന്നലെയാണ് നമ്മുടെ ഗുഡ് ന്യൂസ് ടു ദി ആൽക്കഹോളിക്സ്, മദ്യപാനികൾക്ക് ഒരു സന്തോഷ വാർത്ത എന്ന ഈ സന്ദേശ പരമ്പര ആരംഭിച്ചത്. ഇത് ലോകം എമ്പാടും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. അനേകർ ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേർ ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദ കോൺസിക്വൻസസ് ഓഫ് ഡ്രിങ്കിങ് ഹാബിറ്റ്, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ അനന്തരഫലങ്ങൾ, വിപത്തുകൾ, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ മദ്യം എങ്ങനെയാണ് കഴിച്ച് തുടങ്ങുന്നതെന്ന് കണ്ടു. ഈ തുടങ്ങി അതിൻ്റെ അടിമത്തത്തിലായി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന അനന്തരഫലങ്ങൾ എന്തെല്ലാം. ഒരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 21 വേഴ്സ് നമ്പർ 34. അവിടെ പറയുന്നത്, അതിഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും ആ നാൾ ഒരു കെണി എന്നതുപോലെ നിങ്ങളുടെ മേൽ വരാതിരിക്കുകയും ചെയ്യുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശു തന്നെ നേരിട്ട് പറയുന്നൊരു കാര്യമാണ്. ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും പല പല തീറ്റ സാധനങ്ങൾ തിന്ന് 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 ജീവിക്കുക, ഗ്ലട്ടൻസായി മാറുക. ഗ്ലട്ടനി, തിന്ന് 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 ജീവിക്കുക, അതിലേക്ക് പോവാതെ. അതുപോലെ മദ്യപാനത്തിൽ മദ്യപിച്ച് 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 ജീവിക്കുക. നമുക്കറിയാം, ചിലരൊക്കെ രാവിലെ 5 മണിക്കും അതിന് മുൻപ് മദ്യപാനം തുടങ്ങും. ഫുൾ ഡേ അവർക്ക് ആ മദ്യത്തിൻ്റെ ലഹരിയിൽ ജീവിക്കണം. നോർമൽ ലൈഫ് ഇല്ല. കൂടെയുള്ളവരുടെ കഷ്ടപ്പാടെന്ന് ഓർത്ത് നോക്കൂ. ഈ ആഴ്ചയിലെ എല്ലാ പ്രോഗ്രാമുകളിലും എനിക്ക് നിങ്ങളൊരു അപേക്ഷയുള്ളത്, നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിലയിൽ ആ മദ്യപാനിയെ കൊണ്ടുവന്ന് ടിവിയുടെ മുമ്പിലിരുത്തി രാവിലെ 7 മണിക്ക് ബ്ലെസ്സിങ് ടുഡേ കേൾപ്പിക്കണം. ഇല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക. ടിവിയുടെ മുമ്പിൽ കൊണ്ടുവന്നൊരു മേശയുടെ കാൽ കെട്ടിയിട്ടാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഈ മെസ്സേജുകൾ കേട്ട് ഏതെങ്കിലും രീതിയിൽ അവർ പുറത്തു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിർബന്ധിച്ചായാലും ഈ പ്രോഗ്രാമുകൾ കേൾപ്പിക്കുക. കാരണം ഈ പ്രോഗ്രാം നടക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന, മദ്യപാനത്തിൻ്റെ അഡിക്ഷനിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്ന
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനെ മുതലാക്കുക. നിങ്ങൾ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ, കസിൻ മദ്യപാനിയാണെങ്കിൽ, പിതാവ് മദ്യപാനിയാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ മദ്യപാനിയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഒരു പ്രോഗ്രാം മിസ് ചെയ്യരുത്. കഴിയുമെങ്കിൽ റെക്കോർഡ് ചെയ്യുക. ഏതെങ്കിലും രീതിയിൽ അവരത് കേൾപ്പിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ഒരു വാക്യം വായിച്ച് കേട്ടു. മദ്യപാനത്തിൻ്റെ ദൂഷ്യ വശങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിൽ ഞാൻ നിങ്ങളോട് ഈ സമയത്ത് പറയാം. മദ്യപാനത്തിൻ്റെ അനന്തരഫലങ്ങൾ 2 രീതിയിലുണ്ട്. ഷോർട്ട് ടേം ഇഫക്ട്സ് ആൻഡ് ലോങ് ടേം ഇഫക്ട്സ്. മദ്യം കഴിച്ചാൽ ഉടൻ തന്നെ ആ മദ്യം അകത്തുള്ളപ്പോൾ ആ സമയം തുടങ്ങി മണിക്കൂറുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ചില ദൂഷ്യവശങ്ങളുണ്ട്. തുടർച്ചയായി മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഡ്രഗ് അഡിക്ഷനിലേക്ക്, നിരന്തരമായ കൺസംഷനിലേക്ക് വരുമ്പോൾ ദീർഘനാളേക്ക് നീണ്ടു നിൽക്കുന്ന ദൂഷ്യവശങ്ങളുണ്ട്. ഇതെല്ലാ മദ്യപാനികളും അറിഞ്ഞിരിക്കണം, അറിഞ്ഞു വേണം കുടിക്കാൻ. ഉദാഹരണത്തിന്, മദ്യം കഴിച്ചാൽ ഉടൻ തന്നെ ചിലർക്ക് ഉറക്കം വരും. ചിലർ സ്ലോ ടു റിയാക്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ എല്ലാം സ്ലോ ആകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുഴയാൻ തുടങ്ങും. എല്ലാം സ്ലോ ആക്കുന്ന ഒരു രീതിയിലേക്ക് വരും. മാത്രമല്ല ബ്രെയിൻ ഫോഗിയായി മാറും. തലച്ചോറ് ഓർമ്മ ഒന്നും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. ചിലപ്പോൾ ആളുകളെ തിരിച്ചറിയില്ല, ആളുകളെ തെറ്റിദ്ധരിക്കും. ചോദിക്കുന്നതിനല്ല ഉത്തരം പറയുക. വളരെ ഫണ്ണിയായി പെരുമാറാൻ തുടങ്ങും. പലരും പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. ചിലർക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ചിരി, പാട്ട്, കൂത്ത് എല്ലാം തുടങ്ങും. ചിലർ കരയും. ചിലർ വളരെ ഗ്ലൂമിയായി മുറി കയറി വാതിലടച്ചോട് ഒറ്റയ്ക്കിരിക്കും. ചിലരങ്ങ് നോർമലി സംസാരിക്കാത്ത ആളുകൾ ഒത്തിരി സംസാരിക്കാൻ തുടങ്ങും. ഇങ്ങനെ പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ആൽക്കഹോൾ ഈസ് എ ഡിപ്രസൻറ്റ്. നോർമലി ഡിപ്രസ് ചെയ്യുന്ന, നമ്മളെ ഒരു വിഷാദത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആൽക്കഹോൾ. കുടിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയോ രീതി കുറ്റബോധങ്ങളും പ്രശ്നവും എല്ലാം വന്ന് ആളുടെ ടോട്ടൽ പ്രകൃതി, മാത്രമല്ല കാര്യങ്ങൾ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ചിലർക്ക് അസാമാന്യമായ ധൈര്യം വരും. ചിലർക്ക് ഒരു അക്രമവാസന വരും. കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും തല്ലണം. അപ്പോൾ ഷർട്ടെല്ലാം തെറുത്ത് കയറ്റി, മുണ്ടെല്ലാം പൊക്കി കുത്തി ആരെങ്കിലുമൊക്കെ തല്ലണം. എൻ്റെ വീരശൂര പരാക്രമത്വം ഒന്ന് കാണിക്കണം, ഞാനൊരു ഹീറോ ആണെന്ന് എല്ലാവരെയും കാണിക്കണം. എനിക്കറിയാവുന്ന ഒരാൾ മദ്യപിച്ച് കഴിഞ്ഞ സമയത്ത് അയാൾ ട്രാഫിക് പോലീസായി മാറി. അയാൾ നേരെ ചെന്നൊരു ട്രാഫിക് പോലീസിൻ്റെ ഐലൻഡിലേക്ക് കയറി അതിൻ്റെ ഉള്ളിൽ ചെന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ആൽക്കഹോളിക് കണ്ടൻറ്റ് അകത്ത് ചെന്നാൽ ഛർദ്ദിക്കും. നമ്മുടെ നാട്ടിലേക്ക് വാള് വെക്കുക എന്ന് സാധാരണ ഇങ്ങനെ പറയും. സോ ഇതൊക്കെ ഇങ്ങനെ തമാശ രീതിയിൽ പറയുമെങ്കിൽ ഓർക്കണം, നമ്മുടെ ബോഡി തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുകയാണ്. സോ ദൈവം ഒരിക്കലും ആ രീതിയിലല്ല നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല മദ്യപിച്ച് കഴിയുമ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഞാൻ മെഡിക്കൽ ടേംസിലാണ് സംസാരിക്കുന്നത്, കേന്ദ്ര നാഡീ വ്യവസ്ഥയെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കുടിച്ചു കഴിയുമ്പോൾ ആളുകൾ ആടി നടക്കുന്നത് കാണാം. നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് ആടി നടക്കും. ഒന്നും കൃത്യമായി ചെയ്യാൻ സാധ്യമല്ല, കുഴഞ്ഞു പോവുക. ഈ അവസ്ഥകളെല്ലാം നമുക്ക് കാണാം. പലപ്പോഴും കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇഫക്റ്റ് പിറ്റേ ദിവസം വരെയൊക്കെ നിൽക്കും. അതിൻ്റെയാണ് നമ്മൾ ഹാങ് ഓവർ എന്ന് പറയുന്നത്. ഇന്നലത്തെ എൻ്റെ ഹാങ് ഓവറിലാണ് പുള്ളി എന്ന് നമ്മൾ പറയും. അത്രത്തോളം നമ്മുടെ ശരീരത്തെ ആൽക്കഹോൾ ബാധിച്ചിരിക്കും. ഇനി ലോങ് ടേം ഇഫക്ട്സിലേക്ക് പോകാം. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. നിരന്തരമായി കുടിക്കുന്ന ഒരാൾ ചില സമയത്ത് ബോഡിയുടെ വെയിറ്റ് അങ്ങ് കൂടും. പല രീതിയിലുള്ള രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ പലപ്പോഴും പ്രത്യേകത, ഇതൊക്കെ വന്നാൽ ആൾ തിരിച്ചറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യം, നിരന്തരമായി കുടിക്കുന്ന പലർക്കും വലിയ രോഗങ്ങളില്ലെന്നാണ് പറയുന്നത്. രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം അകത്തുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഉള്ള സാവധാനതയില്ല. പലപ്പോഴും കാണുന്നത് ഇങ്ങനെയുള്ളവർ സാധാരണ ആശുപത്രിയിൽ ഒന്നും പോവില്ല, മരുന്ന് കഴിക്കില്ല. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ
ചില ദിവസങ്ങൾ കൊണ്ട് ആളെ കാണുകയില്ല. എല്ലാ രോഗങ്ങളും കൂടി ഒരുമിച്ച് വെളിപ്പെടും. എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു. കുടിച്ച് നടന്ന കാലത്ത് വലിയ രോഗങ്ങളൊന്നുമില്ല, അധികം ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല, ഹോസ്പിറ്റലൈസേഷനില്ല, ഒന്നുമില്ല. പക്ഷേ അവസാനം രോഗങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നശിച്ചു. 7 ദിവസം കൊണ്ട് എൻ്റെ പിതാവ് യാത്രയായി. സോ ഇതുപോലെ അനേക ഭവനങ്ങളിൽ നടക്കുകയാണ്. ബ്രെയിൻ ഡാമേജ് പലർക്കും ഉണ്ടാകാറുണ്ട്. ഓർമ്മശക്തി കുറയുന്നു, കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, കൃത്യമായി കണക്ക് കൂട്ടുവാൻ സാധിക്കുന്നില്ല, ബിസിനസ്സിൽ ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല, ക്ലയൻസിനെ ശരിയായ രീതിയിൽ മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുക മാത്രമല്ല, ഇൻറ്റേർണൽ ഓർഗൻസിനെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും, ലിവറിനെ ബാധിക്കും. സീരിയസായ രോഗങ്ങൾ. ആരോ പറഞ്ഞു, നിരന്തരമായി മദ്യപിക്കുകയാണെങ്കിൽ ക്യാൻസർ ഫ്രീയാണ്, സൗജന്യമായി ക്യാൻസർ കിട്ടിയിരിക്കും. ചിലർക്ക് ത്രോട്ട് ക്യാൻസർ, ലങ് ക്യാൻസർ, ഇൻറ്റേർണൽ ഓർഗൻസ് പലതും ആമാശയത്തിൽ അകത്തെല്ലാം ഇത് ചെന്ന് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും അറിയാറില്ല. കാരണം ഇയാളൊന്ന് നോർമൽ ആയാലെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യാൻ സാധിക്കും. മദ്യം നിരന്തരം കഴിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും സാഡ്നെസ്, ഡിപ്രഷൻ ആൻഡ് ഹാലുസിനേഷൻസ്, ഭയങ്കര ഒരു വിഷാദ രോഗത്തിലേക്ക് അവർ പോകും. കുടിക്കുന്ന സമയത്ത് സന്തോഷം കാണിക്കുമെങ്കിൽ അതിനുശേഷം ഒരു വലിയ ഡിപ്രഷൻ ഉണ്ടാവും, ഡിസപ്പോയിൻറ്റഡായി മാറും. ഗർഭിണിയായൊരു സ്ത്രീ മദ്യം കഴിച്ചുകൊണ്ടിരുന്നാൽ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകൾ മദ്യപിക്കുന്നത് കുറവാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും സ്ത്രീകളും മദ്യപിക്കാറുണ്ട്. ഡ്രിങ്കിങ് മേക്സ് എവ്രി വൺ ഇൻ ദ ഫാമിലി ഇൻ ടീയേഴ്സ്. വീട്ടിൽ ഒരാൾ മദ്യപാനിയായിട്ടുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവൻ കണ്ണുനീരിലായിരിക്കും. കാരണം അയാൾ സുബോധമില്ലാതെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എല്ലാവരെയും ബാധിക്കും. ക്രമേണ ശമ്പളം നഷ്ടപ്പെടുന്നു, ഉള്ള വസ്തുവകൾ നഷ്ടപ്പെടാൻ തുടങ്ങും, ആസറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞു വരും, വിറ്റ് കുടിക്കാൻ തുടങ്ങും, കട്ട് കുടിക്കാൻ തുടങ്ങും, സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് കുടിക്കാൻ തുടങ്ങും, തന്നില്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയി വിറ്റ് കുടിക്കാൻ തുടങ്ങും, വീട്ടിലുള്ള പാത്രങ്ങൾ വരെ വിറ്റ് കുടിച്ചവരുണ്ട്. ഇങ്ങനെ വെൽത്ത് ഈസ് ലോസ്റ്റ്, അസറ്റ്സ് ആർ ലോസ്റ്റ്, ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടാകുന്നു. ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടായിക്കഴിയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ലിക്കർ കമ്പനീസ് നെവർ റൺ ഇൻ ലോസ്. മദ്യ കമ്പനികൾ ഒരിക്കലും തകർന്നു പോവില്ല, ഒരിക്കലും ലാഭം ഉണ്ടാകാതെ ഇരിക്കുകയില്ല. എന്ത് റിസഷൻ വന്നാലും എന്ത് പ്രശ്നം വന്നാലും മദ്യ കമ്പനികൾ ലാഭത്തിലേ ഓടും. പക്ഷെ മദ്യം കഴിക്കുന്നവർ നഷ്ടത്തിൽ മാത്രമേ ഓടൂ. അവരെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വിവാഹം കഴിഞ്ഞ് കേരളത്തിലെ കോണ്ടക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്, പല പെൺകുട്ടികളും ഒത്തിരി സ്വർണവും പണവും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വരും. ഭർത്താവ് കുടിയനാണെങ്കിൽ ഓരോ വള അല്ലെങ്കിൽ മാല അല്ലെങ്കിൽ ആഭരണങ്ങൾ ഓരോന്നും പതുക്കെ കൊണ്ടുപോയി വിറ്റ് കുടിച്ച് ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി. അതുവരെ സമ്പാദിച്ചതും കിട്ടിയ ഷെയറും എല്ലാം നഷ്ടപ്പെട്ട വാടക വീട്ടിൽ കഴിയുന്ന അനേക കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുനീർ, അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ എത്ര വലുത്. ഞാൻ വിശ്വസിക്കുന്ന ഈ എപ്പിസോഡുകളിലൂടെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ പുറത്ത് കൊണ്ടുവരുവാൻ സഹായിക്കും. കാരണം ഒന്നിനും വിടുവിക്കാൻ കഴിയാത്തതിനെ യേശുവിനെ വിടുവിക്കാൻ സാധിക്കും. കുടിക്കുന്നവരുടെ ആരോഗ്യം നഷ്ടമാകുന്നു, ശക്തി നഷ്ടമാകുന്നു, വാഹനാപകടങ്ങളുണ്ടാകുന്നു. ഒരു വർഷം 1000കണക്കിന് റോഡപകടങ്ങൾ ഉണ്ടാകുന്നത് മദ്യപാനത്താല. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു, ഡിവോഴ്സ്, അവസാനം കുട്ടികളെ നഷ്ടപ്പെടുന്നു, ഭാര്യ നഷ്ടപ്പെടുന്നു. കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ ഞാൻ കേട്ടിട്ടുള്ളത് 80% വിവാഹമോചനം നടക്കുന്നത് മദ്യപാനം ഉൾപ്പെട്ട കേസുകളിലാണ്. നോക്കണം, 80%. മാത്രമല്ല, ഡ്രിങ്കിങ് ഈസ് എ കില്ലർ. അനേകം മരണങ്ങൾ നടക്കുന്ന മദ്യപാനത്തെ. മദ്യലഹരിയിൽ സ്വന്തം ഭാര്യയെ കൊല്ലുന്നു, മാതാപിതാക്കളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, അയൽക്കാരെ കൊല്ലുന്നു, ശത്രു എന്ന് സംശയിക്കുന്നവരെ കൊല്ലുന്നു. സോ ഡ്രിങ്കിങ് ഈസ് എ കില്ലർ. മാത്രമല്ല, മദ്യം തന്നെ കൊലപാതകിയാണ്. വിഷമദ്യ ദുരന്തങ്ങളുടെ
കണ്ണുനീരിൽ കുതിർന്ന ഏടുകൾ കേരള ചരിത്രത്തിലില്ലേ? കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തുമുണ്ട്. എന്നെങ്കിലും നമ്മുടെ നാട്ടിൽ വൈപ്പിൻ വിഷമദ്യ ദുരന്തം എത്ര തലമുറ കഴിഞ്ഞാലും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ മരണങ്ങൾ നടക്കുന്നു. ഹോസ്പിറ്റലുകൾ ചെന്ന് നോക്കിയാൽ മദ്യപാനത്തിൻ്റെ അനന്തര ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങളും കെടുതികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാനസിക രോഗികളായി പലരും മാറുന്നു. എവിടെ നോക്കിയാലും മദ്യപാനത്തിൻ്റെ ദുരന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. സദൃശ്യവാക്യങ്ങളിൽ നിന്ന് തന്നെയാണ്. 23-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, മദ്യപാനിയും പെരുവയറനും ദരിദ്രരായിത്തീരും, ആലസ്യം ഒരുവനെ പഴന്തുണി ഉടുക്കുമാറാക്കും. മദ്യപാനത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗമാണത്. ഇതൊക്കെ വായിച്ച് ഈ ദിവസങ്ങളിൽ മദ്യപിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കുന്നുണ്ടായിരിക്കും, എല്ലാവരും നിങ്ങളെ വെറുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഈ നിൽക്കുന്ന ബ്രദറിൻ്റെ പേര് എജി തോമസ് എന്നാണ്. 37 വയസ്സുണ്ട് തനിക്ക്. താൻ പറയുന്നത് ഇങ്ങനെയാണ്: നീണ്ട 15 വർഷത്തെ മദ്യപാനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നമുണ്ടാക്കി. അതായത് 22-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം മദ്യപാനം തുടങ്ങിയത്. കൂട്ടുകളെല്ലാം കൂടി വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിനിടയിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതിനിടയിൽ തനിക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തനിക്കത് സാധിച്ചില്ല. കൂട്ടുകളെല്ലാം കൂടി മദ്യപിച്ച് ഇതായിരുന്നു. അദ്ദേഹത്തെ ചോദിച്ചു, ഞാൻ ഒരു ദിവസമൊക്കെ എന്തോരം കഴിക്കുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം നോർമലി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊരു അരക്കുപ്പി കഴിക്കും ബ്രദറെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്കറിയാം അരക്കുപ്പിക്ക് എത്ര രൂപ വിലയുണ്ട്. 15 വർഷം അതുപോലെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര രൂപ നഷ്ടമായിട്ടുണ്ട്. തൻ്റെ ആരോഗ്യം, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു ബ്രദർ ഈ ഒരു സാക്ഷ്യം പറഞ്ഞ സ്റ്റേജിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ലോകത്തിൻ്റെ ദുശീല സ്വഭാവങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വിടുവിച്ചു. നിശ്ചയമായും ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരും. മാത്രമല്ല, തനിക്ക് മദ്യപാനത്തിൻ്റെ ഇത് മാത്രമല്ല, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. ബ്ലെസ്സിങ് ടുഡേ ഇവർ കാണാൻ തുടങ്ങിയ കുടുംബമാണ്. ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ്ദേഹം 2012 ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം രാവിലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, മദ്യപാനം നിർത്തുവാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെ യേശു കർത്താവ് വിടുവിക്കുന്നു, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു. ആ സമയത്ത് താനിത് വിശ്വസിച്ചു. ഇത് ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് തൻ്റെ മനസ്സിനകത്ത് പ്രവർത്തിച്ചു. ഒരു വിശ്വാസം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് പ്രവർത്തിച്ചിട്ട് പറഞ്ഞു, കുടിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ്, അത് പാപമാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കുടി നിർത്തി. നീണ്ട 15 വർഷത്തെ ആ വലിയൊരു പ്രശ്നത്തെ, തൻ്റെ അനുഗ്രഹത്തെ തടയുന്ന ആ ഒരു പ്രശ്നത്തെ യേശു കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ! സന്തോഷമുള്ളവർക്ക് കൈകളടിച്ച് ഹല്ലേലൂയ, ആമേൻ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കോഴഞ്ചേരി ബ്ലെസ്സിങ് സെൻറ്ററിൽ പോകുന്നുണ്ട്. നമുക്കിവിടെ ഒരു ബ്ലെസ്സിങ് സെൻ്ററുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 മണി വരെ ശക്തമായ ആരാധന നടക്കുന്ന ഒരു ബ്ലെസ്സിങ് സെൻ്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കോഴഞ്ചേരിയിൽ. ലൈവ് ടെലികാസ്റ്റ് ഡാമിൻ ബ്രദറിൻ്റെയും ഷെമാ സിസ്റ്ററിൻ്റെയും ശുശ്രൂഷ തത്സമയ സംരക്ഷണം നിങ്ങൾക്ക് ഇവിടെ അതേ സമയത്ത് നിങ്ങൾ കാണുവാനും കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കും. നമുക്ക് ഇദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം, ബ്രദറെ, ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഇദ്ദേഹം മദ്യപാനം നിർത്തിയിട്ട് നീണ്ട 15 വർഷത്തെ 22-ാമത്തെ വയസ്സിൽ തുടങ്ങിയ മദ്യപാനം കർത്താവായ യേശു എടുത്തു മാറ്റി. ഞാൻ വൈഫിനോട് തന്നെ ചോദിക്കുക, ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒന്നും പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം ഒറ്റ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി മാനസികമായി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പണനഷ്ടം, കടബാധ്യതകളും അങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒന്നും വന്നില്ല, എവിടെ പോയാലും വെള്ളം അടിച്ചിട്ടേ വരുവുള്ളായിരുന്നു. ഇപ്പോൾ സന്തോഷമുണ്ട്, എവിടെ പോയാലും വെള്ളം അടിക്കുക എന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ തുടങ്ങിയ പിന്നെ നല്ല അനുഗ്രഹമാണ് ഞങ്ങളുടെ വീട്ടിൽ, സന്തോഷം സമാധാനമുണ്ട്. സിസ്റ്റർ പറഞ്ഞ കേട്ടോ, നേരത്തെ എവിടെ പോയാലും വെള്ളം അടിച്ച് എൻ്റെ ഭർത്താവ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, എവിടെ പോയാലും അദ്ദേഹം വെള്ളം അടിക്കാണ്ട് വരും. കാരണം അദ്ദേഹം ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ പ്രോഗ്രാം കാണുന്നത് കൊണ്ടെന്നാണ് പറഞ്ഞത്. ബ്രദറെ, ബ്രദറിന് എന്താ പറയുക? കർത്താവ് വിടുവിച്ചു അല്ലേ? ദൈവം തൻ്റെ സ്നേഹത്താൽ വിടുവിച്ചു. അപ്പോൾ എന്താ പറയാനുള്ള ബ്രദറിനെ? സന്തോഷത്തോടെ എൻ്റെ കുടുംബം ജീവിച്ചു. ഒന്ന് നോക്കാമോ? കർത്താവ് ഒരു വ്യക്തിയെ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ ആ
ആ കുടുംബത്തിൽ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന ഈ വലിയ സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. ദൈവമേ, ദുശീല സ്വഭാവത്തിൽ നിന്ന് ഈ മകനെ വിടുവിച്ച് കുടുംബത്തിൽ നല്ലൊരു ഭർത്താവിനെ നൽകിയല്ലോ, ഒരു നല്ലൊരു കുടുംബനാഥനെ നൽകിയല്ലോ. തൻ്റെ ജീവിത പങ്കാളിക്ക് നല്ലൊരു ഭർത്താവായി മാറി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അപ്പനായി ദൈവം അങ്ങ് മാറ്റിയതിനെ നന്ദി പറയുന്നു. കർത്താവ്, ഈ സാക്ഷ്യം കാണുന്നവർ, ഇത് കേൾക്കുന്നവർ ഇതുപോലെ വിടുതലുകൾ പ്രാപിക്കട്ടെ. ദുശീല സ്വഭാവങ്ങളുള്ളവർ എത്ര വർഷമായാലും അവർ അതിൽ നിന്നും വിടുവിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മദ്യപാനം അതിൽ നിന്നും മാറുവാൻ കഴിയില്ല, അത് പുകവലിയിൽ നിന്ന് മാറുവാൻ കഴിയില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, കുടുംബ സമാധാനമില്ലാത്തവർക്ക് ഈ സാക്ഷ്യം മുഖാന്തരം കുടുംബ സമാധാനം, അനുഗ്രഹങ്ങൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെയും ആമേൻ. കൊല്ലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 19 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ഡിസംബർ 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 വരെ. റൈബാൻ ഓഡിറ്റോറിയം, ജനറൽ ഹോസ്പിറ്റലിന് സമീപം, ആലപ്പുഴ. Now this is prayer time and we are going to pray together. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഉത്തരം നൽകും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ ഭയങ്കരമായ ഹെവിനെസ്, ഒരു വലിയൊരു ഭാരം ഇരിക്കുന്നത് പോലെ അങ്ങനെ ആയിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ വലിയൊരു ആശ്വാസവും സമാധാനവും നൽകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് ഗിരിജ എന്ന പേരുള്ളൊരു സഹോദരി, യു ഹാവ് ഹെവിനെസ് ഇൻ യുവർ ഹാർട്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി പൂർണ്ണമായും അതിൽ നിന്ന് പുറത്തു വരട്ടെ. ഗിരിജ എന്ന ആ സഹോദരി മാത്രമല്ല, അതുപോലെ ആയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഒരു വലിയ ആശ്വാസത്തെ സ്വീകരിക്കാം. കർത്താവെ, രോഗികളെ അങ്ങിപ്പോൾ തൊട്ട് സൗഖ്യമാക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശങ്ങൾക്ക് തകരാറുള്ള വ്യക്തികൾ, ഒരുപക്ഷെ ന്യൂമോണിയ മൂലമാകാം, ഏതെങ്കിലും ബ്രോങ്കൽ പ്രോബ്ലം ആകാം, ശ്വാസകോശങ്ങളോടനുബന്ധിച്ചുള്ള ആസ്മയാകാം, ഏത് രോഗം, യേശുവിൻ്റെ നാമത്തിൽ ശ്വാസകോശങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ ലിവറിന് പ്രോബ്ലമുള്ള വ്യക്തികളെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കരൾ സംബന്ധമായ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാലിലുള്ള വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ചില സഹോദരന്മാരുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ തകരാറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ബ്രെയിനിലുള്ള തകരാറുകൾ, ചില വ്യക്തികളിൽ ബ്രെയിനിനോടനുബന്ധിച്ചുള്ള തകരാറുകൾ, പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. സോഡിയത്തിൻ്റെ അളവിൻ്റെ വേരിയേഷൻ മുഖാന്തരമുള്ള പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വ്യത്യാസം ഉണ്ടാകട്ടെ. ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം പനി വരുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് വിടുതൽ നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനാൽ നന്ദി പറയുന്നു, സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക. 2 സ്ഥലങ്ങളിലാണെങ്കിൽ നോ പ്രോബ്ലം, കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എത്രയും വേഗം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഏത് പ്രശ്നത്തിൻ്റെ മേലും അങ്ങ് കൈനീട്ടി വിടുതലയക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഓർക്കുക, ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, വിവിധ പുസ്തകങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും ബന്ധപ്പെടാം. കർത്താവ് അതിലൂടെയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ മറക്കരുത്. മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും തീർച്ചയായും ഇതിനെക്കുറിച്ച് പറയണം. കർത്താവ് ഒത്തിരി ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. God bless you. Bye-bye.
വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ആരുടെ കാലം വരെയായിരുന്നു ന്യായപ്രമാണം നിലവിലിരുന്നത്? Until whose spirit the law prevailed? Options: A. യോഹന്നാൻ സ്നാപകൻ, B. എസ്ര, C. മലാഖി, D. മോശെ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ആയം ബോക്സ് ആണ്. ദേവദേവനെ പുതിയതം കൃപകളോടെ പാടി പുകത്തിടം ദേവദേവനെ പുതിയതം കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടിപ്പുകട്ടാം. ഇന്നലെയും ഇന്നും എന്നും മാറായേശുവേ ഞാൻ പാടി യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതം യേശുവെന്ന നാമമേ. എന്നാത്മാവിൻ യേശുവേ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി തുതിച്ചിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി തുതിച്ചിടുമേ.